മെറി വേസ്റ്റൊക്കെ കളയുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ അവളെയും കാത്ത് അവളുടെ എക്സ് നിപ്പുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ, നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? നിന്റെ കൂടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ എക്സും ചോദിക്കുന്നു. മെറിയും താൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, നീ വീട്ടുജോലിക്കാരിയായിട്ട് ഇവിടെ താമസിച്ച് ജോലിയൊക്കെ ചെയ്യുകയാണോ എന്നൊരു ചോദ്യം അവനും അവളോട് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത് തന്നെയാണ് പറ്റിയ മറുപടി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന അവളും, എന്റെ ഫ്രണ്ടിന്റെ വീടാണിത്. ഫ്രണ്ട് നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ വർക്കും ചെയ്യുന്നുണ്ട് എന്ന് അവളും അറിയിക്കുന്നു. നീ ശരിക്കും എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ നിന്റെ അമ്മയോട് മോശമായിട്ടൊക്കെ സംസാരിച്ചത് കൊണ്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞ് നിന്റെ അമ്മയോട് മാപ്പൊക്കെ പറയിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പഴയതുപോലെ ആകാമെന്നെല്ലാം തന്നെ അവൻ പറയുന്നുണ്ടെങ്കിലും ഇത്രയും തവണ അവനോട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇനിയും അവനോട് ക്ഷമിക്കുവാനായിട്ട് അവളും തയ്യാറായിരുന്നില്ല. പിന്നീട് അവളും ഡോർ അടയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവനും വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ മാസങ്ങൾ മാത്രമല്ലേ ആയുള്ളൂ. സത്യം പറ, ഞാൻ ഉണ്ടായിരിക്കും നീ എന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ് ഉള്ളതെന്നെല്ലാം തന്നെ സംശയത്തോടു കൂടി തന്നെ എക്സും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ അവൻ കാണാതിരിക്കുവാനായിട്ട് അവളും ക്ലാപ്പ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുകയാണ്. പിന്നീട് അവനെ ഇറക്കി വിടുവാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേരും തമ്മിലുള്ള പിടിവലി കാരണം അവനും വീണു പോകുന്നു. ഈ ഒരു സമയത്ത് അവളും അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവന് ഒടുവും ചതവും എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നല്ലൊരു റെസ്റ്റ് ഒക്കെയാണ് ആവശ്യമെന്ന് ഡോക്ടറും അറിയിക്കുന്നു. നിലവിൽ ഡോക്ടർ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മെറീനെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ, ഞാൻ ഇവന്റെ ഗാർഡിയൻ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെറി ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവനും ഓരോരോ വേദനകളൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ പോകുവാനായിട്ട് അനുവദിക്കുന്നില്ല. നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൊജക്റ്റ് ആയിട്ടുണ്ടായിരുന്ന കമ്പനിയിലെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമെല്ലാം തന്നെ വൂജോൻ ടീമും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് അങ്കിളും ചെയർവുമന്റെ അടുത്ത് അറിയിക്കുമ്പോഴത്തേക്കും, ചെയർവുമൺ ആകട്ടെ അടുത്തതായിട്ട് കമ്പനിയൊക്കെ നോക്കി നടത്തേണ്ടത് വൂജു ആണ്. അങ്ങനെ ഇരിക്കെ അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് നിന്റെ ഉത്തരവാദിത്വം. അത് കൂടാതെ നേരത്തെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രശ്നമൊക്കെ ഇപ്പോൾ സോൾവ് ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയർവുമണും ഇരിക്കുകയാണ്. അങ്കിളും ഇപ്പോൾ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്താണ് ചെയർവുമന്റെ സെക്രട്ടറി നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുണ്ടായിരുന്ന കോയുടെ വൈഫിനെയുമായിട്ട് അവിടേക്ക് വരുന്ന ഒരു കാഴ്ചയ്ക്ക് അങ്കിളും കാണുന്നത്. കൂടാതെ ആ വൈഫിന്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നതൊക്കെ അങ്കിളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ആ ഒരു വൈഫും ആ ഫയൽ കൃത്യമായി തന്നെ മുത്തശ്ശീനെ ഏൽപ്പിക്കുകയാണ്. ഇതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു താൻ ഈ ഫയലുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് വൈഫ് പറയുന്നത്. നേരത്തെ കമ്പനിയിൽ നടന്ന തിരിമറികളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ഏത് ഫയൽ ആയിരുന്നു അങ്കിളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതേ ഫയലിന്റെ ഒരു കോപ്പിയാണ് ഇപ്പോൾ വൈഫും മുത്തശ്ശിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്കിളും നിലവിൽ തന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആലോചിക്കുകയും അയാൾ നൽകിയിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചു നോക്കുകയും ചെയ്യുകയാണ്. ശരിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജെ കൺസൾട്ടൻസി എന്ന് പേരുള്ള ഒരു കമ്പനി ആയിരുന്നു യഥാർത്ഥത്തിൽ കൃത്രിമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്കായിരുന്നു. സോ കോങ്ങിനെ കൊന്നത് വഴി ജെ കൺസൾട്ടൻസിനെ ഹെൽപ്പ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് ആരായിരുന്നു ജെ കൺസൾട്ടൻസി നോക്കി നടത്തിയിരുന്നെന്നുള്ള കാര്യം എല്ലാം തന്നെ കാണിക്കുന്നത്. അതായത് ഈ ഒരു അങ്കിളിന് മറ്റൊരു വൈഫും മകനുമൊക്കെ ഉണ്ട്. ഈ ഒരു വൈഫിന്റെ പേരിലായിരുന്നു കമ്പനിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തിരിമറികളെല്ലാം തന്നെ മറച്ചുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കുക ആയിരുന്നു ആ ഒരു വൈഫും. ഈ ഒരു സമയത്ത് അങ്കിൾ വിളിച്ചിട്ട് ഇപ്പോൾ സത്യങ്ങളെല്ലാം തന്നെ ചെയർവുമൺ അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുമായി മുന്നോട്ട് പോകുന്നത് ഒട്ടും തന്നെ ശരിയല്ല. നീയും കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡേറ്റാസും നശിപ്പിച്ച് കളയണമെന്നൊക്കെ അവരെയും വിളിച്ചു പറയുന്നു. നിലവിൽ അവർ ഉള്ളത് യുഎസിലാണ്. അങ്ങനെ ഇരിക്കെ അങ്കിളും ഉടനെ തന്നെ അവരെ കാണുവാനായിട്ട് യുഎസിലേക്ക് എത്തുന്നതായിരിക്കുമെന്ന് അവർക്ക് വാക്ക് നൽകുന്നു. അടുത്തതായിട്ട് വൂജോവും ഇപ്പോൾ ആ ഒരു റൂമിലേക്ക് കടന്നു വരികയാണ്. അങ്കിൾ ഇത്രയും നല്ലൊരു പ്രൊജക്ട് ഒക്കെ തനിക്ക് തന്നത് കൊണ്ടായിരുന്നു പ്രൊജക്റ്റും നന്നായി തന്നെ ചെയ്യുവാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞ് അങ്കിളിനൊരു നന്ദി പറയുവാനായിട്ടായിരുന്നു വൂജു എത്തിയത്. കൂടാതെ വൂജുവും ഇപ്പോൾ അങ്കിളിന് മറ്റൊരു കോഫി ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. സോ അങ്കിളും കോഫി കുടിച്ച് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടേബിളിലേക്ക് അത് വെക്കുവാൻ നേരത്ത് കോഫി മറിഞ്ഞു പോകുന്നുണ്ട്. സോ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയൽസിൽ നിന്നും എല്ലാം തന്നെ കോഫി തൂത്ത് കളയുവാനായിട്ട് വൂജു ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് നേരത്തെ തിരുമറിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫയൽസ് കൂടി വൂജുവും കാണുന്നു. എങ്കിലും അങ്കിൾ ശ്രദ്ധയോടുകൂടി തന്നെ അതൊക്കെ മേടിച്ചു വെക്കുന്നുമുണ്ട്. ഇപ്പോൾ എക്സും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെയിരിക്കെ എന്തിനും ഏതിനും മെറീനെയാണ് അവൻ സഹായത്തിനായിട്ട് വിളിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് മെറിയുമായി കൂടുതൽ ക്ലോസ് ആക്കാമെന്നായിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവന്റെ അച്ഛനാകട്ടെ ഒരു പ്രൊഫസറാണ്.
ഇപ്പോൾ കൃഷിയും കാര്യങ്ങളുമായിട്ട് ജെജു ഐലൻഡിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കൂടാതെ അമ്മേനെയും സഹോദരനെയും കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും അവളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് അവനും. ജിൻകിങ്ങും നേരത്തെ കോട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ട് സെക്രട്ടറിനെ അന്വേഷിച്ചു പോയ സമയത്ത് സെക്രട്ടറിയും ഇതുപോലെ അവളുടെ ഫോട്ടോ ഒക്കെ എടുത്ത കുട്ടികളോട് വഴക്ക് പറയുന്നതെല്ലാം തന്നെ അവളും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ കോട്ടൊക്കെ എടുത്തു വെക്കുന്ന കൂടെ അവളും കുറച്ച് സ്വീറ്റ്സ് എല്ലാം തന്നെ അവനു വേണ്ടിയും കൊടുക്കുവാനായിട്ട് എടുത്തു വെക്കുന്നു. നിലവിൽ മെറിയുടെ എക്സിന് വിശക്കുന്നത് കൊണ്ട് തന്നെ അവന് സ്പൂണിൽ ഫുഡൊക്കെ കൊടുക്കുകയാണ് മെറിയും. അതായത് അവന്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. സോ അവന് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ മെറിനെ ഓർമ്മിപ്പിക്കുവാനായിട്ടായിരുന്നു അവൻ ശ്രമിച്ചത്. അങ്ങനെയിരിക്കെ പണ്ട് ഈ ഒരു ഫുഡൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നത് തന്നെ നീയാണ്. കൂടാതെ ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുവെന്ന് അവനും അവളോട് പറയുന്നു. നമ്മുടെ ബോഡിയിൽ ഓരോ ദിവസവും ഒരുപാട് സെൽസ് ഒക്കെ നശിക്കുകയും പുതിയ പുതിയ സെൽസ് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഇപ്പോൾ എന്റെ ബോഡിയിലെ എല്ലാ പഴയ സെൽസും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ സെൽസ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും പുതിയൊരു മനുഷ്യനായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറന്നിട്ട് നല്ല രീതിക്കൊക്കെ മുന്നോട്ട് പോകാം. പുതിയൊരു തുടക്കമൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു അവൻ ഇരിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ പോലും അവനോട് ക്ഷമിക്കുവാനായിട്ട് മെറി തയ്യാറായിരുന്നില്ല. കൂടാതെ മനുഷ്യരൊരിക്കലും പെട്ടെന്നൊന്നും അങ്ങനെ മാറാറില്ല എന്നാണ് അവളും പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വൂജുവും ഒരുപാട് നേരം മെറീനെയും വെയിറ്റ് ചെയ്ത് റെസ്റ്റോറന്റിൽ ഇരിക്കുന്നുണ്ട്. ജിനിക്കുങ്ങും ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സെക്രട്ടറിനെ കാണുന്നു. അങ്ങനെയിരിക്കെ നേരത്തെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അവന്റെ കോട്ടെല്ലാം തന്നെ അവളും തിരികെ കൊടുക്കുകയാണ്. കൂടാതെ അവൻ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നമുക്കൊന്നിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാലോ എന്നും എല്ലാം തന്നെ അവളും അവനോട് ചോദിക്കുന്നു. അവനും ആ ഒരു ഓഫറൊക്കെ നിരസിച്ചിട്ട് പോവുകയാണ്. എന്തായാലും ബൂജു ഒരുപാട് നേരം മെറീനെ വെയിറ്റ് ചെയ്തൊക്കെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് എന്തുകൊണ്ടാണ് അവൾ വരാത്തതെന്നൊക്കെ അറിയുവാനായിട്ട് ഇപ്പോൾ അവനും അവളെ കോൾ ചെയ്യുന്നു. ആ ഒരു സമയത്തായിരുന്നു തന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നെ ഇപ്പോൾ താൻ ഉള്ളതും ഹോസ്പിറ്റലിലാണെന്നും അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നും എല്ലാം തന്നെ മറിയും അവനോട് പറയുന്നത്. അതേസമയം അവളുടെ ആ ഒരു ഫ്രണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എക്സിനാണെന്നുള്ള കാര്യമെല്ലാം തന്നെ അവളും ഹൈഡ് ചെയ്യുന്നു. ജിനിക്കിങ്ങും ബൂജുവും തമ്മിൽ കോളിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്നാൽ നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ അവരും തീരുമാനിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിലവിൽ ബൂജു ഉണ്ടായിരുന്നത് റെസ്റ്റോറന്റിലാണെങ്കിൽ പോലും അവളെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നും അവനും തീരുമാനിക്കുന്നു. നിലവിലും മറിയുടെ ഹെൽപ്പൊന്നുമില്ലെങ്കിൽ എക്സിന് നടക്കുവാൻ പോലും സാധിക്കുകയില്ല. സോ എപ്പോഴും അവളെ കൂട്ടു വിളിച്ചിട്ടാണ് അവനും ഓരോരുത്തരത്ത് പോകുന്നത്. കൂടാതെ മര്യാദയ്ക്ക് നടക്കേണ്ട കേസിൽ പോലും അവനും കുറച്ച് ഓവർ ആക്ടിംഗ് ഒക്കെ ചെയ്ത് ചളവാക്കുന്നുണ്ട്. സോ ഇപ്പോൾ മെറീനെ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന അവനെ ബൂജുവും കാണുകയാണ്. നീ നിന്റെ ഒരു ഫ്രണ്ടിന് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫ്രണ്ട് ഇവനാണോ എന്നൊരു ചോദ്യം ബൂജു ചോദിക്കുമ്പോഴത്തേക്കും അതെ എന്ന് മെറിയും മറുപടി പറയുന്നു. അങ്ങനെയിരിക്കെ അത്രയും നേരം മെറി ആയിരുന്നു അവനെ പിടിച്ചോണ്ട് നടന്നതെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു കൈയൊക്കെ മാറ്റിയിട്ട് വൂജുവും സ്വയം അവനെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. കൂടാതെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വൂജു അവനെയും റൂമിലേക്ക് മാറ്റുന്നു. ഞാൻ കാരണം ഇപ്പോൾ തന്നെ നീ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സോ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഞാനും എക്സ് ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ നിന്റെ അടുത്ത് നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഇപ്പോൾ മെറിയും വൂജുവിനോട് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാണ് അവനെ നോക്കുന്നതെന്നുള്ള ഒരു ചോദ്യമൊക്കെ വൂജു ചോദിക്കുമ്പോഴത്തേക്കും നിലവിൽ അവന്റെ ഫാമിലിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ആരെയും തന്നെ കിട്ടുന്നില്ല. കൂടാതെ അവൻ ഈ ഒരു അവസ്ഥ വന്നതിന് പിന്നിലുള്ള കാരണവും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാതെ മറ്റൊരു മാർഗവും തനിക്കില്ല എന്ന് അവളും അറിയിക്കുന്നു. കൂടാതെ നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതെന്നെല്ലാം തന്നെ അവളും അവനോട് ചോദിക്കുമ്പോഴത്തേക്കും നീ മറ്റാണുങ്ങളുമായിട്ട് അത്രയ്ക്ക് ക്ലോസ് ആകുന്നതൊന്നും തന്നെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന് വൂജു അവളോട് തുറന്നു പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.